അതിനുശേഷം 1986 അവിടെ പത്മലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു. ആ പെൺകുട്ടി ഒരു CPM ലീഡറിൻ്റെ മകളായിരുന്നു. ആ മകളായിരുന്ന ആൾ കൊല്ലപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ ഈ CPM ലീഡർ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അദ്ദേഹത്തോട് പിൻവാങ്ങാൻ പറയുന്നു. പക്ഷെ പിൻവാങ്ങാൻ കഴിയില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ പത്മലത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. 55 ദിവസങ്ങൾക്ക് ശേഷം അവൾ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിൽ പല കൊലപാതകങ്ങളും നിരന്തരമായി അവിടെ നടക്കുന്നു. ഒരു ഗ്രാമീൺ ബാങ്ക് അവിടെ വരുന്നു. ആ ബാങ്കിൽ നിന്നും പലിശക്ക് ലോൺ കൊടുക്കരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നു ചില ആളുകൾ. പക്ഷേ പലിശക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതായത് അവിടെ വേറൊരു പ്രൈവറ്റ് ബാങ്ക് ഉണ്ടെന്നും ആ പ്രൈവറ്റ് ബാങ്കുള്ള അതേ പലിശക്ക് തന്നെ നിങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞ് അവർ ഈ ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു. മാനേജർ അതിന് വഴങ്ങുന്നില്ല. ഏറ്റവും ഒടുവിൽ മാനേജറുടെ ഭാര്യ കൊല്ലപ്പെടുന്നു. ആ മാനേജറുടെ ഭാര്യ കൊല്ലപ്പെടുമ്പോൾ ആ മാനേജറുടെ ഭർത്താവ് തന്നെ, അതായത് ഈ പറയുന്ന ബാങ്ക് മാനേജർ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കാൻ ചെല്ലുന്നു. പക്ഷെ ബാങ്ക് മാനേജർ തന്നെ അറസ്റ്റിലാവുന്നു. ഇതിലേക്കെല്ലാം നയിക്കുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ധർമ്മസ്ഥലയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ചിലരുടെ സ്വാധീനമാണ് എന്നാണ് പറയപ്പെടുന്നത്.